ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഈ ചെറിയ ഹോളിനകത്ത് രണ്ട് ചെറിയ പെട്ടിയും വെച്ചോണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഞങ്ങൾ പറയുന്നത് ഈ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ചെന്ന് തട്ടുന്നത് തലയ്ക്കും കൈക്കും കാലിനും ഒന്നുമല്ല. ഇത് ചെന്ന് തട്ടുന്നത് മനുഷ്യന്റെ അന്തരാത്മാവിലേക്കാ. മനുഷ്യന്റെ അന്തരാത്മാവിലേക്ക് ഇത് ചെന്ന് തട്ടുന്നേ. മനുഷ്യന്റെ അന്തരാത്മാവിലേക്ക് ഇത് ചെന്ന് തട്ടുമ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒന്ന് ബ്ലിങ്ക് ചെയ്യും. ഹല്ലേലൂയ, ഒന്ന് ബ്ലിങ്ക് ചെയ്യും. എന്താണെന്നറിയുമോ? ഈ അപ്പന്റെ വീട്. എത്ര നല്ല സന്തോഷം, എത്ര നല്ല സന്തോഷം. ആ ഒരു അനുഭവം അകത്തു വന്നപ്പം നോക്കിയേ, ആ ഒരു അനുഭവം അകത്തു വന്നപ്പം അപ്പം നോക്കിയിരിക്കുക വരുന്നതും കാത്ത്. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാൻ അവിടെ പറയാൻ ഒരു ചിന്തയുണ്ട്. നോക്കിക്കേ, അവന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവം. അവന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയിട്ട് മടങ്ങി വരുന്നത് കാത്തിരിക്കുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ദേശമേ കേൾക്ക, ഒരു സുവിശേഷ യോഗമായിട്ടായാലും, ഒരു പ്രാർത്ഥനയായിട്ടായാലും, ഒരു കൺവെൻഷനായിട്ടാണെങ്കിലും, ഒരു പരസ്യയോഗമായിട്ടാണെങ്കിലും ആ മനസാക്ഷിയെ തൊട്ടുണർത്തിയിട്ട് തങ്ങളുടെ മടങ്ങി വരവും കാത്തിരിക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു പിതാവുണ്ട്. നോക്കിയേ, ഈ പാപമംഗലമായ ജീവിതത്തിൽ അവന്റെ അകത്ത് സമാധാനത്തിനു വേണ്ടി, അനുഗ്രഹത്തിനു വേണ്ടി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മോക്ഷത്തിനും സായുജ്യത്തിനും ഒക്കെ വേണ്ടി ഒരു തുടിപ്പ്. അപ്പോഴവിടെയാണ് മതങ്ങൾ എഴുന്നേൽക്കുന്നത്. അവര് വന്നിട്ട് പറഞ്ഞു, വാന്നേ, ഞങ്ങൾക്ക് കാശ് മതി, തന്നാൽ ഞങ്ങൾ സമാധാനം ഉണ്ടാക്കി തരാം. മനസ്സിലാക്കുന്നുണ്ടോ? ഞങ്ങൾ നിങ്ങൾക്ക് മോശം തരാം, ഞങ്ങൾ നിങ്ങൾക്ക് പാപമോചനം തരാം. ചുരുക്കി പറഞ്ഞാൽ മാനവകുലം മുഴുവൻ ഇതിന്റെ പിന്നാലെ പാഞ്ഞിട്ടും യഥാർത്ഥ സമാധാനം ആർക്കും പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ആർക്കും പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഓരോ മനുഷ്യനും പാപത്താൽ മലിനപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു വ്യത്യാസമല്ല. റോമർ 3:23 ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും പാപം ചെയ്തു. അത് ചോദിക്കുമ്പോൾ ചിലരുടെ ഒരു ചോദ്യം, സാറേ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ആദ്യത്തെ മനുഷ്യൻ ആദാമെന്ന മനുഷ്യൻ അദ്ദേഹം പാപം ചെയ്തു എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? എന്നിട്ട് പിന്നെ എല്ലാരും പാപം ചെയ്തു എങ്ങനെ ഈ പറഞ്ഞു വരുത്തുന്നേ? ഞാൻ വിശദീകരിച്ചു തരാം. അപ്പോസ്തലരുടെ 10:24 അവൻ ഒരുത്തനിൽ നിന്ന് മാനവജാതി ഒക്കെയും ഉളവാക്കി. നിറത്തിന്റെ പേരിൽ, തൊഴിലിന്റെ പേരിൽ മനുഷ്യനെ വെട്ടി വേർതിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു വ്യക്തി എന്നാണ് ഈ കാണുന്ന സകല മനുഷ്യനും ഉണ്ടായത്. ആ വ്യക്തിയാ പാപം ചെയ്തത്. ഇവിടെ കിട്ടിയ കാര്യം, ആ ഒരു വ്യക്തിയിൽ സകല മാനവകുലവും ഉണ്ടായപ്പോൾ ആ ഒരു വ്യക്തി പാപം ചെയ്തത് കൊണ്ട് ഈ പാപം എന്തോ ചെയ്തു? തലമുറകളിലേക്ക് വന്നു. എങ്ങനെ വരുവോ? തലമുറകളിലേക്ക് അങ്ങനൊക്കെ വരുവോ? അങ്ങനൊക്കെ വരുവോ? ഒരു വ്യത്യാസവും ഇല്ലെന്ന് പറയുമ്പോൾ റോമാലേഖനം വ്യക്തമായി പറയുന്നു, ഏകന്റെ സനക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്നു. ഒരാൾ അനുസരണക്കേട് കാണിച്ചപ്പം എല്ലാവരും ആരായി മാറി? ആ ഒരാളിൽ നിന്ന്, ആ രക്തത്തിൽ നിന്ന് സകലരും എന്ത് ചെയ്യുന്നേ? തെളിവുണ്ടോ? തെളിവുണ്ടോ? കാഴ്ച കൈ കൊടുത്തിരിക്കുക, ക്ഷീണിച്ചു പോയി. വേറെ കാര്യം നോക്കിയേ, നമ്മള് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എന്തെല്ലാം പാടുപെടല്ലേ. ഒന്നുകൂടെ മുതിർന്നു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ കമ്പോളത്തിൽ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ ഒരു നിലയ്ക്ക് എത്തിക്കണമെങ്കിൽ എന്നാ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ട്യൂഷൻ എടുത്തും കാശ് മുടക്കിയും എന്തെല്ലാം പങ്കപ്പാട് സഹിക്കുന്നത്? ഈ സാധനം എടുത്തു കൊടുക്കുക. ശരിക്കും മലയാളം അറിയത്തില്ല, ഇത് നന്നായിട്ട് ഉപയോഗിക്കും. മുട്ടയെ വലിയുന്ന തൊട്ട് നന്നായിട്ട് ഉപയോഗിക്കും. കള്ളം പറയാൻ ഏതെങ്കിലും ട്യൂഷൻ സെന്ററിൽ വിടണോ? ചീത്ത കൂട്ടുകെട്ടാൻ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? വേണ്ട. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന ഓരോ കുരുന്നും പാപ സ്വഭാവത്തോടാ വരുന്നേ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏക മനുഷ്യനാൽ പാപം അത് തലമുറകളിലേക്ക് കടന്നു.
ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപിയായി. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ദൈവകോടതി ശിക്ഷിച്ചു. ഇതിന് നടുവിൽ മനുഷ്യൻ നെടുവീർപ്പോടെ നിരാലംബനായി നിലവിളി ആരംഭിച്ചു. എനിക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? ഞാൻ നടന്ന വഴികളും ഞാൻ എടുത്തതും ചെയ്തതും കൊടുത്തതുമായ സകല കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒന്നിനും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പക്ഷേ എന്റെ പ്രിയ സഹോദരരെ, എന്റെ പ്രിയ ദേശനിവാസികളെ, സാറേ, എനിക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? എന്റെ മദ്യപാനത്തിൽ നിന്ന്, എന്റെ ഈ പുകവലിയിൽ നിന്ന്, എന്റെ ഈ കുടുംബ തകർച്ചയിൽ നിന്ന്, എന്റെ ഈ മാറാത്ത രോഗത്തിൽ നിന്ന്, എന്റെ ഈ കടബാധ്യതയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? ഈ ലോകത്തിന്റെ മുമ്പിൽ എനിക്കറിയാവുന്നതായി സകല വഴികളും ഞാൻ ശ്രമിച്ചു. അതെല്ലാം അമ്പെ പരാജയമായി മാറി. എനിക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? ഈ ലോകത്തിന്റെ സകല വഴികളും അസ്തമിച്ച ഇടത്ത് അതിന്റെ പദപ്രയോഗം പൗലോസ്ലീഹ ഗലാത്യ 4:4 പറയുന്നുണ്ട്. കാലസമ്പൂർണത വന്നപ്പം എന്ന് പറഞ്ഞ സകലതും പൂർത്തിയായി. സകല കാര്യ പരിപാടികളും നടത്തിയിട്ടും അതിനൊന്നും ഒരു രക്ഷ നൽകാൻ കഴിയാതെ വന്നപ്പോൾ, മനുഷ്യൻ അനുവദിച്ചു കൊടുത്ത സകലകാലത്തിനും സമ്പൂർണത വന്നപ്പോൾ, രക്ഷയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ നിലവിളിക്ക് മുമ്പിൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി പ്രത്യക്ഷത വഹിച്ചു. മനസ്സിലായോ? പാപങ്ങളെ നീക്കേണ്ടതിന് എന്റെ യേശു ക്രിസ്തു പ്രത്യക്ഷനായി. അതാണ് യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത. മനസ്സിലായോ? യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ചുരുക്കി പറയാം, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോടുള്ള അനുസരണക്കേടിന്റെ പരിമിത ഫലമായി പാപം എന്ന പടികുഴിയിൽ വീണു. അവൻ കണ്ടെത്തിയ ഇസങ്ങൾക്കോ, അവൻ കണ്ടെത്തിയ ആദർശങ്ങൾക്കോ, അവൻ കണ്ടെത്തിയ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അവനെ രക്ഷയിലേക്ക് നടത്തുവാൻ കഴിയാതെ വന്നപ്പോൾ, മനുഷ്യന്റെ നിലവിളിക്ക് മുമ്പിൽ ദൈവമായിരുന്നവൻ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വഴിയൊരുക്കി. അതായിരുന്നു യേശു ക്രിസ്തു ഈ ലോകത്തിൽ പ്രത്യക്ഷനാകുക എന്നുള്ളത്. അതിന് മത്തായി പറയുന്ന ഒരു ഭംഗിയുള്ള വാക്കുണ്ട്. ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിക്കാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടേണം. യേശുവിനെ ജനത്തെയുടെ പാപങ്ങൾ രക്ഷിക്കുവാൻ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ഭാഗം ഞാൻ ഇവിടെ വിടചൊല്ലാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ കഴിഞ്ഞകാല പ്രത്യക്ഷത എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന സകല ആളുകളും അത് ഗ്രഹിക്കണം. ഇതിന്റെ പുറത്ത് ഈ പരിധിക്കുള്ളിൽ കേൾക്കുന്നവരും ഗ്രഹിക്കണം. യേശു എന്തിനാണ് പ്രത്യക്ഷനായത്? മാനവകുലത്തിന്റെ പാപത്തെ പരിഹരിക്കാൻ. മാനവകുലത്തിന്റെ പാപത്തെ പരിഹരിക്കാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ പ്രത്യക്ഷനായത്. എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് പറയാൻ സമയമേറെ വേണം. ഞാൻ അതിന് മുതിരുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞത് വിശദീകരിച്ച് മുന്നോട്ട് പോകുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ദേഹം കൊണ്ട് യാഗം നടത്തി പാപത്തിന് പരിഹാരം വരുത്തി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. മാനവരാശിയുടെ മുഴുവൻ പാപവും യേശു സ്വന്തം ചുമലിലേറ്റുകൊണ്ട് കാൽവറിയുടെ ഗിരിമുകളിൽ പരമയാഗമായി തീർന്നു. അതാണ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതിനകത്ത് ഞാൻ ഇന്നും വചനം ധ്യാനിച്ചപ്പോൾ എന്റെ ഉള്ളിൽ കടന്നുകൂട്ടിയ, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരുപാട് വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെക്കാനുണ്ട്. സമയത്തിന്റെ പരിധി എന്നെ ഭീതിപ്പെടുത്തുന്നത് കൊണ്ട് അല്പം വേഗതയിൽ പറഞ്ഞു പോകട്ടെ. സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 23 താഴേക്ക് വായിച്ച ഒരു 4 വാക്യത്തിൽ പറയുന്നു, നീതിമാനാകുന്ന ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. പരമോന്നത നീതിപീഠമായ പിലാത്തോസ് പറയുകയാണ്, ഇവനൊരു കുറ്റവും കാണുന്നില്ല. ജനം കാണെ കൈയിടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഈ രക്തത്തിൽ പങ്കില്ല, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. കുറ്റം ചെയ്യാത്തവനെ വെറുതെ വിടണം എന്നുള്ളതല്ലേ നീതിബോധം, എന്നുള്ളതല്ലേ അർത്ഥവാക്യം. എന്നിട്ട് എന്തിനാ ക്രൂശിക്കാൻ ഏൽപ്പിച്ചത്? യേശു പാപം ചെയ്തില്ല. പക്ഷെ പാപം അറിയാത്തവനെ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ പാപത്തിന്റെ മുഴുവൻ കുറ്റവും എന്റെ യേശു ഏറ്റെടുത്തു. സുഹൃത്തെ, ഈ ലോകം അഭിമുഖീകരിക്കുന്ന സകല അധപ്പതനത്തിന്റെയും
സകല ക്രൂരഹീന കൃത്യങ്ങളുടെയും അസമാധാനത്തിന്റെയും യഥാർത്ഥ കാരണം പാപമാണ്. പാപത്തിന്റെ പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണമാണ്. ആ കാൽവറി മരണത്തിൽ താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ താങ്കളുടെ പ്രശ്നം ഏതുമാകട്ടെ, താങ്കൾ ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ പിറന്നയാളാകട്ടെ, താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന കൊടിയുടെ നിറം ഏതുമാകട്ടെ, മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു കാൽവറിയിൽ മരിച്ചു നിന്ന് താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം താങ്കളുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കല്ലേ, അതൊരു പ്രയോജനമില്ലാത്ത ജീവിതമാകും. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു പ്രത്യക്ഷനായത് പാപങ്ങളെ നീക്കേണ്ടതിനാണ്. 2, യേശു ക്രിസ്തു സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു. അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്, ഇപ്പോഴത്തെ കാലമാണ് പറയുന്നത്. യേശു ക്രിസ്തു സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു. അല്പം കൂടെ വചനത്തിന്റെ അറിവുള്ളവർക്ക് ഇത് ബോധ്യമാകുകയുള്ളൂ. പ്രത്യേക ദൈവമക്കൾക്ക് യേശു ക്രിസ്തു സ്വർഗത്തിൽ എന്ത് ചെയ്യുക? പ്രത്യക്ഷനായിരിക്കുക. അവിടെ എന്തിനാ? യോഹന്നാൻ 17 ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയാണ്. നമുക്ക് വേണ്ടി എന്തോ ചെയ്യുക? പക്ഷപാതം കഴിക്കുക. അപ്പൊ യേശു എന്തിനാ സ്വർഗത്തിൽ ഇരിക്കുന്നേ? പക്ഷപാതം കഴിക്കേണ്ടതിന്. പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിലൂടെ നാം പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. പുതിയ നിയമത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, കാൽവറിയിലേക്ക് നോക്കി ആരടുത്ത് വരുന്നോ അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുകയാണ്. അത് യോഹന്നാൻ 17 കിടപ്പുണ്ട്. ദൈവമേ, ഇവരെ ലോകത്തിൽ എടുത്തുകൊള്ളണമെന്നുള്ളതല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരെ ഒന്നാക്കണമേ. അതാണ് പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ എന്റെ യേശുവിന്റെ മധ്യസ്ഥത എന്താ ഗുണം? ലോകം അറിയണം. എന്താ എന്റെ യേശുവിന്റെ മധ്യസ്ഥതയുടെ ഗുണം എന്താണെന്ന് അറിയണമെങ്കിൽ കാർക്കശക്കാരനായ യോഹന്നാൻ സ്നാപകന്റെ ഒരു സന്ദേശം കേൾക്കണം. സ്നാപകൻ യോഹന്നാന്റെ സന്ദേശം എന്താണെന്ന് അറിയുമോ? മാനസാന്തരത്തിന് യോഗ്യമായ അടുത്ത പദം. ഇപ്പൊ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ഇനി ഞാൻ ഒന്ന് ലളിതമാക്കിക്കോട്ടെ. കാട്ടൊലിവായിരുന്ന അമ്മ നാട്ടൊലിവിനോട് ചേർത്ത് എന്ത് ചെയ്തു? ഒട്ടിച്ചു. ഈ ഒട്ടിച്ചാൽ എത്ര ദിവസം എടുക്കും ഇതിന് മുള വരാൻ? ഇത് മുള വന്നാൽ തന്നെ ഒരു വൃക്ഷമാകാൻ എത്ര ദിവസം എടുക്കും? മനസ്സിലാകുന്നുണ്ടേ? എന്നോ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ശിശു, ഒരു പുതിയ കുഞ്ഞ് ജനിക്കുന്ന പോലാണ് ഒരുവൻ വിശ്വാസത്തിൽ വരുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് വളരണ്ടേ? അങ്ങനെയാണെങ്കിൽ മറിച്ച് നമുക്ക് പറയാം, ഒരു കർഷകൻ തൈ നടുന്നത് പോലെയാ ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ നടുന്നേ. ഞാൻ ചോദിക്കട്ടെ, ഈ നടുന്ന തൈയുടെ ചുവട്ടിൽ ആരെങ്കിലും കോടാലി കൊണ്ടേ വെക്കുവോ? കേക്കണേ. നടുന്ന തൈയുടെ ചുവട്ടിൽ ആരെങ്കിലും കോടാലി കൊണ്ടേ വെക്കുവോ? റബ്ബർ തൈ ആയാലും കാപ്പി തൈ ആയാലും തേയിലത്തൈ ആണേലും ആ നട്ട സമയത്താണെങ്കിൽ നഖം കൊണ്ട് ഓടിച്ചാൽ മതി. ഇച്ചിരൂടെ വളർന്ന ഒരു കഥക്കത്തി, ഇച്ചിരൂടെ മുറ്റിയ ഒരു വാക്കത്തി. കോടാലിക്ക് വെട്ടണമെങ്കിൽ അത്യാവശ്യം കനം എത്തണ്ടേ? മനസ്സിലാക്കിക്കേ. അത്യാവശ്യം കനം എത്തണ്ടേ? ആന്നേ. അപ്പം നട്ടപ്പുഴ കോടാലി കൊണ്ട് വെച്ചേക്കുക. കേട്ടെ നിങ്ങള്? നട്ടപ്പുഴ എന്തോ വെച്ചേക്കുക? കോടാലി കൊണ്ട് വെച്ചേക്കുക. എന്തിനാ? വെട്ടാൻ. കേട്ടോ? ഞാൻ ഈ ദിവസം കഴിഞ്ഞ ദിവസം എല്ലാം ചിന്തിക്കായിരുന്നു. നട്ടപ്പുഴ കോടാലി കൊണ്ട് വെച്ചതിന്റെ ഉദ്ദേശം വെട്ടു. എന്താ ഈ വെട്ടാൻ കാര്യം? അതിന്റെ വിശദീകരണം പറയാം. തോട്ടക്കാരൻ വന്നിട്ട് പറയാണ്, ഞാൻ ഫലം തിരഞ്ഞിട്ടൊന്നും കാണുന്നില്ല. വെറുതെ നിലം നിഷ്ഫലമാക്കുന്നത് എന്തിന്? വെട്ടിയേക്ക്.
അപ്പൊ ഒടിക്കാൻ പരുവല്ല, വെട്ടാൻ പരുവായി. കേട്ടു വരണം. ഒടിക്കാനുള്ള പരുവല്ല, വെട്ടാനുള്ള പരുവം. അതിനർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഇന്നല്ല കർത്താവ്, നാളെയും കൂടെ നിൽക്കട്ടെ. കർത്താവ് ഓരോ യോഗത്തിനോട് ഇരുത്തി നോക്കട്ടെ. അവിടെ പറയുന്ന പദം ഞാൻ അതുപോലെ പറയാം. അയ്യോ യജമാനനെ വെട്ടല്ലേ, 1 വർഷം കൂടെ നിൽക്കട്ടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് കിളച്ച്, ഒന്നുകൂടെ ഒന്ന് വളവിട്ട് നോക്കട്ടെന്ന്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാകുന്നുണ്ടോ? ഓടാലി അവിടെ ഇരിക്കുക, എടുത്ത് വെട്ടിയാ മതി. എന്നിട്ടും ഇടയ്ക്ക് നിന്നിട്ട് പറയാം, വെട്ടരുതേ, വെട്ടരുതേ. ഞാൻ ഒന്നുകൂടെ ഒന്ന് കിളച്ചിട്ട്, ഒന്നുകൂടെ ഒന്ന് വളവിട്ട് നോക്കട്ടെ. അടുത്ത കേൾക്കണോ? പറഞ്ഞ വാക്കിന്റെ അർത്ഥം നോക്കണേ. 1 വർഷം. 1 വർഷം വേണോ? 1 വർഷം വേണോ? വളമിട്ടാൽ സീസണിലെ വളമിടുന്നെങ്കിൽ 3 മാസത്തിനുള്ളിൽ പൂ വരും. പിന്നെ ഇതിനെ 1 വർഷം. നിങ്ങൾ കൃഷിക്കാരല്ലേ? പിന്നെ ഇതിനെ 1 വർഷം. ഇത്രയേ ഉള്ളു കാര്യം. മഴക്കാലവും മഞ്ഞുകാലവും ചൂടുകാലവും എന്ന് പറഞ്ഞ എല്ലാ അനുഭവവും 4 അവസ്ഥയും ഈ വൃക്ഷത്തിന് കിട്ടട്ടെ. ഓ, മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? സൗഖ്യമില്ലാതെ ഞാൻ സൗഖ്യം കൊടുത്തതാ. ഞെരുക്കത്തിൽ കരഞ്ഞപ്പോ ഞാൻ വിശാലത വരുത്തിയതാ. പ്രതിസന്ധികളിൽ നിലവിളിച്ചപ്പോ ഞാൻ വിടുതൽ കൊടുത്തതാ. മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് പല അനുഭവങ്ങളിലൂടെ ഞാൻ കടത്തിവിട്ടത് ഒരു ഫലം കാണാൻ വേണ്ടി കിട്ടാ. കേൾക്കുന്നോ? ഒരു ഫലം കാണാൻ വേണ്ടി കിട്ടാ, ഒരു മാറ്റം കാണാൻ വേണ്ടി കിട്ടാ. വിവിധ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടിട്ട് സാമ്പത്തിക ഞെരുക്കം കൊടുത്തു നോക്കി, ശാരീരിക ക്ഷീണം കൊടുത്തു നോക്കി, വിവിധങ്ങളായ പ്രശ്നങ്ങൾ കൊടുത്തു നോക്കി, വിവിധ നിലകളിൽ ഒന്ന് ഇളക്കി മറിച്ചു നോക്കി. എന്നിട്ട് ഈ പല അനുഭവങ്ങളിലൂടെയും ഉയർച്ച താഴ്ചകളിലൂടെയും കടന്നു പോയിട്ടും യജമാനോട് പറയാ, മേലെ കായ്ച്ചില്ലെങ്കിൽ നമുക്ക് വെട്ടാം. അങ്ങനെയാണെങ്കിൽ എന്റെ ഭാഷയിൽ പറഞ്ഞ ഈ മാർച്ചിലാ പറഞ്ഞെങ്കിൽ അടുത്ത മാർച്ച് കോടാലിയും കൊണ്ട് വരുമ്പോ പിന്നെയും പോയി പറയും, അയ്യോ വെട്ടരുതേ. ഓ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യോ വെട്ടരുതേ, വേലയാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാ, അല്ലെങ്കിൽ ഞാനും ഒരു വിശ്വാസിയാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാ. ആ പടുതി കണ്ട ആർക്കും മനസ്സിലാകത്തില്ല വിശ്വാസിയാണെന്ന്. അത് വേറൊരു വശം. എങ്കിലും മധ്യസ്ഥ അണയ്ക്കുന്ന ഒരുവൻ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ജീവനോടുള്ളതെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. നീ കിടന്ന കട്ടിലിന്റെ ബലം കൊണ്ടോ, നീ കഴിച്ച ആഹാരത്തിന്റെ ആ കൊഴുപ്പ് കൊണ്ടോ, അല്ലെങ്കിൽ നീ സഞ്ചരിച്ച വാഹനത്തിന്റെ ഫെസിലിറ്റീസ് കൊണ്ടോ അല്ല നീ രക്ഷപ്പെട്ടത്. നിനക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാം, പക്ഷെ എതിരെ വരുന്നവനെ നിനക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? രോഗാണുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ടോണിച്ച് കഴിച്ചാലും ഈ മൂളിപ്പറന്നു വരുന്ന രോഗാണുക്കളെ നീ എന്ത് വെച്ച് നിയന്ത്രിക്കും? മനസ്സിലാകുന്നുണ്ടോ? ഡ്രൈവിംഗിന്റെ ശാസ്ത്രം അനുസരിച്ച് പറയുന്നത് ഓരോ വളവിലും ഒരു വാഹനം ഉണ്ടെന്ന് കരുതി വേണം ആ വണ്ടി ഓടിക്കാനെന്ന. എന്നാൽ ഇതുവരെ തട്ടാതെ മുട്ടാതെ നിന്നതുണ്ടല്ലോ, നീ ഓടിച്ച കഴിവ് കൊണ്ടൊന്നുമല്ല. അടുത്ത കേൾക്കണോ? ബഹുനില കെട്ടിടങ്ങൾ സ്വന്തമായിട്ടുണ്ടെങ്കിലും ഒരു റൂമിലേക്ക് ഒതുങ്ങപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട. എത്ര പട്ടുവസ്ത്രങ്ങൾ കയ്യിലുണ്ടെങ്കിലും ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു നീല തുണിക്കകത്തേക്ക് ചുരുങ്ങാൻ അധിക സമയമൊന്നും വേണ്ട. എത്ര വില കൂടിയ വാഹനം കാർപോർച്ചിൽ ഉണ്ടെങ്കിലും ഒരു വീൽ ചെയറിന്റെ ഞരക്കത്തിലേക്ക് ഞാനും നിങ്ങളും വീഴാൻ അധികം കാരണമൊന്നും വേണ്ട. അത്രയുള്ളൂ മനുഷ്യൻ, അത്രയുള്ളൂ മനുഷ്യൻ. പിന്നെ ഞാനും നിങ്ങളും എന്താ ജീവനോട് ഇരിക്കുന്നേ? എന്റെ യേശുവിന്റെ മധ്യസ്ഥതയാ. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തേ, നമ്മളൊരു കർഷകനാണെങ്കിൽ നമ്മളൊരു ചെടി നട്ടാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഈ ഓണത്തിന് കൊലപ്പിക്കാൻ വേണ്ടിയാ, വെട്ടാൻ വേണ്ടിയാ. ഈ ഉണക്കിന് 2 ബക്കറ്റ് വെള്ളം വെച്ച് കോരി ഏത്തവാഴ വളർത്തിയെടുത്തിട്ട് അതിനെ പൂവും പറിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? വെട്ടിക്കളയുമല്ലാതെ ഇനി കൂമ്പ് വരാൻ നോക്കിയിരിക്കുമോ? എന്നാൽ വെട്ടട്ടെ എന്ന് പറയുമ്പോഴും ആ നെഞ്ചോടടുത്ത് നിന്നുകൊണ്ട് വെട്ടല്ലേ എന്ന് നിലവിളിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഒരു കർഷകന്റെ രോധനമല്ല,
എന്റെ യേശു നിലവിളിക്കാൻ കാരണം, കർത്താവേ, ഇത് ഞാൻ രക്തം കൊടുത്ത് വാങ്ങിയതാ. എന്റെ കൂട്ടത്തിൽ കയറി വന്നതല്ലത്, മനം മാറിയോ സഭ മാറിയോ വന്നതല്ലത്. എന്റെ 33.5 വയസ്സിലെ ചോര കൊടുത്തിട്ട് വാങ്ങിയതാ. ഇവൻ അവിശ്വസ്തനായാലും എനിക്ക് അവിശ്വസ്തനാകാൻ പറ്റത്തില്ലല്ലോ. ഇവൻ എന്നെ തള്ളി പറഞ്ഞാലും എനിക്ക് ഇവനെ തള്ളാൻ പറ്റില്ലല്ലോ. ഇവൻ എന്നെ മറന്നോടിയാലും എനിക്ക് ഇവനെ മറക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ വില കൊടുത്ത് വാങ്ങിയതാ. അതോ ചങ്കിലെ ചോര. എനിക്ക് വാക്കുകൾ പോരാ. ഞാൻ കൊടുത്ത് വാങ്ങിയതുണ്ടല്ലോ, ചൂട് ചോര കൊടുത്ത് വാങ്ങിയ രക്തത്തിന്റെ വിലയാണ് നിങ്ങൾ. എന്റെ യേശുവിന്റെ ചങ്കിലെ ചോരയുടെ വിലയാ. മനുഷ്യ ജീവിതം ക്ഷണികമാണ്. അപകടങ്ങളും അനർത്ഥങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും അസമാധാനങ്ങളും എപ്പോ വേണേലും സംഭവിക്കാം. ഇവയിലൊന്നും പെടാതെ നീ സൂക്ഷിക്കപ്പെടുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന കൊണ്ടല്ല, നിന്റെ വിശ്വസ്തത കൊണ്ടല്ല, നിന്റെ വിശുദ്ധി കൊണ്ടല്ല. ഒരുവൻ ഇടിവിൽ നിൽക്കുകയാ. പിതാവേ, നീ വെട്ടിക്കളയരുതേ, പിതാവെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുവൻ ഇടിവിൽ നിൽക്കുക. രാത്രി കേട്ടോണേ, പാപത്താൽ ദേശം നിറയുമ്പോൾ, ആ ലോകം കലക്കുമ്പോൾ, തീവ്രമായ ദഹിപ്പിക്കുന്ന അഗ്നിയായ ആ ദൈവത്തിന്റെ, ഞാൻ ഇങ്ങനെ പറയാ, ആ സിംഹാസനത്തിൽ നിന്നും ദൈവം എഴുന്നേൽക്കും. ക്ഷേണത്തിൽ ഞാൻ നശിപ്പിക്കും. ചെങ്കടല് കടത്തിക്കൊണ്ട് വന്നിട്ടും പറഞ്ഞു, ഞാൻ വീടന്നെ ഞാൻ ഇപ്പം നശിപ്പിച്ചു കളയും. മോശക്കാലെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നശിപ്പിക്കരുത്. മനസ്സിലായോ? ലോകത്ത് പാപം പെരുകുമ്പോ നമ്മുടെ കണ്ണെന്ന് ഓടിച്ചാൽ മനസ്സിലാകും. ഓരോ പ്രഭാതത്തിലെ വാർത്തകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും എത്രയോ ക്രൂരമായ, ഹീനമായ, നിഷ്ഠൂരമായ, അധമമായ കാര്യങ്ങളാണ് നടക്കുന്നേ. നമ്മൾ ചോദിക്കും, ദൈവമേ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇതിനെ, ഈ ദേശത്തെ അല്ല, ഈ രാജ്യത്തെ അല്ല, ഈ ഭൂമിയെ മുക്കിക്കളയാൻ ദൈവത്തിന് സെക്കൻഡ് ഒന്നും വേണ്ടെന്നേ. നോഹിയുടെ കാലം എന്ന് പഠിച്ചാൽ നമുക്കറിയാം, മേളിൽ നിന്ന് മഴ പെയ്തെന്നല്ല വായിക്കുന്നേ, ആ ആകാശത്തിന്റെ കിളിവാതിലും തുറന്നു, ആടിയുടെ ഉറവം തുറന്നെന്നാ. മനസ്സിലായോ? മേളിൽ നിന്ന് വെള്ളം വീഴാൻ നീ കുടയ്ക്കകത്ത് കയറും, വീടിനകത്ത് കയറും, താഴെ പിളർന്നു കയറി വന്നാലോ. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല കേട്ടോ. ഭൂമിക്കടിയിൽ മുഴുവൻ ഈ എണ്ണ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കത്തട്ടെന്നൊരു വാക്ക് പോലും പറയണ്ട. മൂലപദാർത്ഥം കാറ്റടിച്ച് തമ്മിൽ ഉറങ്ങ ഈ ഭൂമി നിന്ന് കത്തും. എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളത് ചോദിച്ചാ നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇപ്പൊ വേണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും പറയാം. കണ്ടോ ഇറാന്റെ ക്രൂരത, കണ്ടോ ഇസ്രയേലിന്റെ ക്രൂരത, കണ്ടോ അമേരിക്കയുടെ ക്രൂരത. ഞാൻ ഒറ്റ വാക്ക് പറയും, ക്ഷണത്തിൽ ഇതിനെല്ലാം ചാമ്പലാക്കി കളയാനുള്ള ആയുധം അവരുടെ കയ്യിലുണ്ടെങ്കിലും ആ ദുർബുദ്ധി തോന്നാതെ വണ്ണം ഇടിവിൽ നിൽക്കുന്ന ഒരുപാട് ദൈവദാസന്മാരെ, ദൈവമക്കളും ഉണ്ടെങ്കിലും ഞാൻ പറയുന്ന അതിലുപരിയായി എന്റെ ഒരു കൂട്ടം രക്തത്തിന്റെ വിലയർത്ഥങ്ങൾ അവിടെയുണ്ട്. അവരെ ഒരിക്കലും എന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കാൻ ഇടവരാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ എന്ന് നിലവിളിക്കുന്ന ദൈവപുത്രന്റെ മധ്യസ്ഥതയാണ് എന്നെ നിങ്ങളെയും നിലനിർത്തിയിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. ചെയ്യാണ് എന്റെ കർത്താവ് സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുക. എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യാൻ. ഈ മധ്യസ്ഥതയും പക്ഷപാതവും ഒക്കെ പഠിച്ചാലുണ്ടല്ലോ, ഇത് ഒത്തിരി ആഴമുള്ള വാക്കാണ്. ആ കുറിപ്പ് ഞാൻ എവിടെ വിടുക, സമയം പോകുന്നത് കൊണ്ട്. മൂന്നാമത്തേതും ഒടുവിലെ ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ഇനിയുള്ള പ്രത്യക്ഷത, അല്ലെങ്കിൽ ഇനി അവൻ പ്രത്യക്ഷനാകും എന്ന പദം. കഴിഞ്ഞ നാളുകളിൽ പ്രത്യക്ഷനായത് പാപത്തിന്റെ വിമോചനത്തിനായിരുന്നെങ്കിൽ, ഇപ്പോൾ അവൻ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ടവരുടെ നിലനിൽപ്പിന് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണെങ്കിൽ, ഇനി അവൻ വരുന്നത് എന്തിനാണെന്ന് വചനം വ്യക്തമായി പറയുന്നു. പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. മനസ്സിലാകുന്നുണ്ടോ? പാപം കൂടാതെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും.
ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് അടിവരയിടണം. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അടുത്ത പദം കൂടെ പറഞ്ഞ് വേഗത്തിൽ മുന്നിട്ട് ഒന്ന് അവസാനിപ്പിക്കാം. പാപം കൂടാതെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. നമ്മുടെ അടുത്ത വാക്യം വിശദീകരിച്ച് അവസാനിപ്പിക്കട്ടെ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും, ആ രണ്ട് പദങ്ങൾ വിശദീകരിക്കാൻ നിൽക്കുക. ഒന്ന്, കാത്തു നിൽക്കുന്നവർ. ആരെ കാത്തു നിൽക്കുന്നവർ? കാത്തു നിൽക്കുന്നവർ. ഇടുക്കിക്കാർക്ക് ഒരു നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. എങ്കിലും റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് അറിവില്ലാത്തവരല്ല ഇന്ന്. നമ്മൾ കോട്ടയത്തേക്ക് ചെന്ന ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കുറെയൊക്കെ വിശാലവും വിശുദ്ധവുമായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ കുറച്ച് പേര് ചാരി ബെഞ്ച ചാരി ഒരാലസ്യത്തിൽ ബാഗൊക്കെ എടുത്ത് വെച്ച് പാതി മയക്കത്തിരിക്കുകയാണ്. കുറച്ചു പേരെ നമ്മൾ നോക്കുമ്പോൾ ആ ടൈൽസ് ഇട്ട തറയിൽ സ്വന്തം വീടാണെന്നുള്ള ധൈര്യത്തിൽ കിടന്നുറങ്ങുന്ന കാണാം. ധൈര്യമായിട്ട് ഞാൻ നോക്കിക്കോളാം, അത് വാച്ച നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി. ഇതുവരെ അങ്ങനെ ഒരു പേരുദോഷം എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. നിങ്ങളെക്കാൾ ദൂരം എനിക്ക് പോണം. അപ്പൊ ഓക്കെ. എന്ന മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. ഈ കിടക്കുന്നവരുമല്ല ഇരിക്കുന്നവരുമല്ല, ബാഗൊക്കെ എടുത്തിട്ട് ഇപ്പൊ ഞാൻ ചാടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഈ കിടക്കുന്നവരോട് നമുക്ക് ചോദിക്കാം, എന്തിനാ ഇവിടെ കിടക്കുന്ന ഇഷ്ടം? വീടൊന്നും ഇല്ലേ? അല്ല, ഞങ്ങളുടെ വണ്ടി രാവിലെ 9 മണിക്കാന്നാ പറഞ്ഞത്, പക്ഷെ ഇപ്പൊ പറയുന്നത് 3 മണിക്കൂർ ലേറ്റാണ്. എങ്ങനായാലും ഇനി വരുമ്പോഴേക്കും ഒരു 4-5 മണിക്കൂർ